ലൈഫ് ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് കൊക്കയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുഗുണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രജനി രാജൻ 16,53,50,125 രൂപ വരവും 9,05,12,000 രൂപ ചെലവും 8,76,25,000 രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്കായി വകയിരുത്തിയ തുകയിൽ നാളിതുവരെ 74.50 ലക്ഷം രൂപയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ നടത്തിപ്പ് പുരോഗമിച്ചു വരുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിൽ ലൈഫ് പദ്ധതിയിലും മറ്റുമായി വാസയോഗ്യമായ ഭവനം ഇല്ലാത്തവർക്ക് ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 3,13,15,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയെ സുസ്ഥിരമായ വികസനം ലക്ഷ്യമാക്കി കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഭവനരഹിതരില്ലാത്ത പഞ്ചായത്തായി കൊക്കയാറിനെ മാറ്റുന്നതിനായി കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീര കർഷകർക്ക് താങ്ങാകുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും പൊതുവിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിയും മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്കും ശുചിത്വ കേരളം പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായി നിലവിലുള്ള പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കും പുതിയ വിതരണ ശൃംഖലകൾക്കുമായി ബജറ്റ് മുൻഗണന നൽകിയിട്ടുണ്ട്. നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന വികസന കാഴ്ചപ്പാടുകളാണ് ഈ ബജറ്റിലുള്ളതെന്ന് പ്രസിഡന്റ് ടി സുഗുണൻ പറഞ്ഞു. കൊക്കയാർ പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രധാനമായി ഊന്നൽ നൽകിയിരിക്കുന്നത് ഭവന നിർമ്മാണത്തിലാണ്. ലൈഫ് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായി ഊന്നൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ആരോഗ്യരംഗത്താണ്. ആരോഗ്യരംഗത്ത് ഞങ്ങൾ കൊക്കയാർ പഞ്ചായത്തിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടാണ് ഈ ബഡ്ജറ്റിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലാകെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 273 വീടുകളാണ് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 240 എണ്ണവും പൂർത്തീകരിക്കുകയും 30 ഭവനങ്ങൾ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന എല്ലാ ഭവനങ്ങൾക്കും ഉള്ള തുക ഇവിടെ വകയിട്ടിട്ടുണ്ട്, ലഭ്യമായിട്ടുണ്ട്. അതായത് 127 വീടുകൾ കൂടി ഇനി ലിസ്റ്റിലുണ്ട്. അവർക്ക് കൂടി കൊടുക്കാനുള്ള ഫണ്ടുമുണ്ട്. ആ നിലയിൽ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് മുൻതൂക്കം നൽകിയിരിക്കുന്നതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാനുള്ളത്. ബാക്കി എല്ലാ മേഖലയിലും ഈ ബഡ്ജറ്റ് സ്പർശിച്ചിട്ടുണ്ട്. ആ നിലയിൽ നല്ല നിലയിൽ ഈ ബഡ്ജറ്റിനെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഭരണസമിതി എന്ന നിലയിൽ. ഇതാണ് എനിക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ, വാർഡ് മെമ്പർമാർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.